നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓടിപ്രദക്ഷിണം വയ്ക്കാൻ നിരവധി വാർത്തകൾ ഉണ്ട്. ഇന്ന് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു. അവർ നടത്തിയ പ്ലാനിങ്, അവരുടെ മറ്റ് രീതികൾ, അതുപോലെ തന്നെ ഈ ഉമർ എന്ന് പറയുന്നവൻ, ഡോക്ടർ ഉമർ ഉൻ നബി, ഇവൻ രാംലീല മൈതാനത്തെ ഒരു പള്ളിക്ക് സമീപം പോയി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് ഈ പൊട്ടിത്തെറിക്കായിട്ട് എത്തിയത് എന്നുള്ളതിൻ്റെ ചില വിഷ്വലുകളൊക്കെ തന്നെ ഡൽഹി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ടോളിൽ ഇവൻ ചില കാര്യങ്ങൾ, അവിടുത്തെ ടോൾ ഉദ്യോഗസ്ഥർക്ക് ടോൾ കൊടുക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമായ ചില കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇതൊക്കെ തന്നെ മാത്രമല്ല, ചില പാകിസ്ഥാൻ ഏജൻസികൾ ഇവർക്ക് സഹായം നൽകിയതായി പറയുന്നു. 20 ലക്ഷം രൂപയ്ക്ക് മേൽ ഈ കൂടെയുണ്ടായിരുന്ന ഈ ഡോക്ടർമാരെല്ലാം കൂടെ കളക്ട് ചെയ്ത ഈ ഉമർ ഉൻ നബിക്ക് കൊടുത്തതായും ഉള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ അൽ ഫലാഹ് സർവകലാശാല, ജിഹാദികളെ പടച്ചുവിടുന്ന സർവകലാശാലയാണ്. ഈ സർവകലാശാലയുടെ അംഗീകാരം റദ്ദാക്കണം, UGC അംഗീകാരം റദ്ദാക്കണം. അതുപോലെ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് ഈ സർവകലാശാലയെ സസ്പെൻഡ് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതായിരുന്നു ദേശീയ തലത്തിൽ ഇന്ന് ചർച്ചയായ വാർത്തകളൊക്കെ തന്നെ. കേരളത്തിൽ SIR, ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അടിയന്തര ഹർജി കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തു. അത് അതിശക്തമായി എതിർത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന് എതിരെ ഉള്ള വാദം ഉന്നയിച്ചു. അതിൻ്റെ വിധി ഇതുവരെ വന്നതായി അറിവില്ല. എന്തൊക്കെയായാലും SIR ഇവിടെ നടപ്പിലാക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ബംഗാളിൽ നമ്മൾ കണ്ടില്ലേ, ഏതാണ്ട് 14 ലക്ഷത്തോളം അനധികൃത വോട്ടർമാർ. അവിടുത്തെ BJP നേതാവ് സുവേന്ദു അധികാരി അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹം അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനും, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ലക്ഷക്കണക്കിന് പേർ കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ രണ്ടുപേരും ഈ SIR-നെ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ എതിർക്കുന്നത് എന്ന കാര്യം വ്യക്തം, പകൽ പോലെ വ്യക്തം. പക്ഷേ ഇൻറ്റൻസീവ് റിവിഷൻ തുടരുക തന്നെ ചെയ്യും. ജനങ്ങൾ തീർച്ചയായിട്ടും അതോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഇന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് S ജയശ്രീ, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട കോടതി തള്ളിയിരിക്കുന്നു. ഇവർ ഹൈക്കോടതിയിലാണ് ജാമ്യം കൊടുത്തത്. കീഴ്ക്കോടതിയിൽ കൊടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്തായാലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. ഇവർ ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലാണ്. അതുകൊണ്ട് അറസ്റ്റും മറ്റ് നടപടിക്രമങ്ങളും എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഇവരെ കൂടി പ്രതി ചേർത്ത് ഇവരും അറസ്റ്റിലാകും, S ജയശ്രീ കൂടി അറസ്റ്റിലാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാലക്കാട് ഒരു ചാനൽ ചർച്ച, ഈ വോട്ടുമായി ബന്ധപ്പെട്ട, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ SFI മുൻ സംസ്ഥാന അധ്യക്ഷൻ PM ആർഷോയും അതുപോലെ പ്രശാന്ത് ശിവനും തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആർഷോയെ പ്രശാന്ത് ശിവൻ മർദ്ദിച്ചു എന്നുള്ള ചില വാർത്തകളുണ്ട്. നമുക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇല്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു സഖാവ് പ്രതികരിച്ചിരിക്കുന്നു. അയാൾ പറയുന്നത്, CPM-ന് സ്ലീപ്പർ സെല്ലുകളുണ്ട്, ധാരാളം സ്ലീപ്പർ സെല്ലുകളുണ്ട്. BJP-കാരനെയും യുവമോർച്ചക്കാരനെയും ABVP-കാരനെയും ഒക്കെ ഞങ്ങൾ തീർക്കും. ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ വർക്ക് ചെയ്യാത്തത്. അത് ഉടൻ തന്നെ വർക്ക് ചെയ്യും, ഭരണത്തിലിരിക്കുകയാണെങ്കിലും. അതുകൊണ്ട് വലിയ കളി കളിക്കരുത് എന്ന് പറഞ്ഞ് BJP-കാരനെയും അതുപോലെ യുവമോർച്ചക്കാരനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ നിയമമുണ്ട്, ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്. കാര്യം അതൊക്കെ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും പോലീസൊക്കെ. എന്നാൽ പോലും ഇവിടെ നിയമം തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. ഇവിടെ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും അതുപോലെ പൊതുപ്രവർത്തനം നടത്താനുമുള്ള അനുവാദം ഭരണഘടന തരുന്നുണ്ട്. അതുള്ളിടത്തോളം കാലം BJP പ്രവർത്തകരും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരും ഒക്കെ തന്നെ ഇതൊക്കെ നടത്തുകയും ചെയ്യും, സ്വന്തം അഭിപ്രായം തുറന്നു പറയുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി അർജുൻ ആയങ്കിയോട് പറയുന്നു. സ്ലീപ്പർ സെല്ലുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. നിങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ നിങ്ങളുടെ കൈവശം ഇരുന്നോട്ടെ. പക്ഷേ RSS-കാർക്ക് സ്ലീപ്പർ സെല്ലുകളൊന്നുമില്ല, അത്തരം ഏജൻസികളൊന്നുമില്ല. നേരെ വാ നേരെ പോ. BJP-കാർക്കും അങ്ങനെ തന്നെ സ്ലീപ്പർ സെല്ലിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നേരെ വാ നേരെ പോ എന്ന നിലപാടാണ് അന്നും ഇന്നും BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. സ്ലീപ്പർ സെല്ലുകളൊന്നും നമുക്ക് ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും കാണാം നാളെ.